ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് ദ ഗൂണീസ്. ഈ സിനിമ റിലീസായത് 1985-ലാണ്. ഒരു അടിപൊളി അഡ്വഞ്ചർ ഫിലിമാണിത്. ഈ സിനിമയുടെ മെയിൻ ആകർഷണത്തിൽ ഒന്നാണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സ്റ്റീഫൻ സ്പിൽബർഗ് ആണ്. മാത്രമല്ല 90s കിഡ്സിന് ഈ സിനിമ ഒരു നൊസ്റ്റാൾജി കൂടെ ആയിരിക്കും. $19 മില്യൺ ആയിരുന്നു ഈ സിനിമയുടെ ബഡ്ജറ്റ്. എന്നാൽ ഇതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ $125 മില്യൺ ആണ്. മാത്രമല്ല ഇതിന്റെ IMDb റേറ്റിംഗ് 10-ൽ 7.7. ഒന്ന് കണ്ടു നോക്കൂ. എന്തായാലും ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല. ഈ കഥ ആരംഭിക്കുന്നത് ഒരു ജയിലും കാണിച്ചുകൊണ്ടാണ്. അവിടുത്തെ ഒരു സെക്യൂരിറ്റി തടവുപുള്ളികൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരൊക്കെ തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു ഭീകരനുണ്ടായിരുന്നു. ഈ ഒരു അവസരം മുതലാക്കി അയാൾ ആ സെക്യൂരിറ്റി അടിച്ചു വീഴ്ത്തിയിട്ട് വേഗം തന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഇതേ സമയം തന്നെ ആ ഭീകരന്റെ കൂട്ടാളികളൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരുത്തനാണെങ്കിൽ ആ ജയിലിന്റെ മുന്നിലായിട്ട് പെട്രോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്രോളൊക്കെ ഒഴിച്ചതിന് ശേഷം അയാൾ അവരുടെ വണ്ടിയിലേക്ക് കയറുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ആ ജയിൽ പുള്ളി പുറത്തേക്ക് വരുന്നത്. അവന്റെ പുറകിലായിട്ട് പോലീസുകാരും വരുന്നുണ്ട്. പക്ഷെ പോലീസുകാർ പിടിക്കുമ്പോഴേക്കും അവരവിടെ തീയൊക്കെ കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസുകാരെയും കബളിപ്പിച്ചിട്ട് അവർ ആ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ പോലീസുകാർ അവിടെ വിടുന്നൊന്നുമില്ല. അവരും ആ കള്ളന്മാരുടെ വണ്ടി ചേസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു കിടിലൻ ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർ ആ വണ്ടിക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആ വണ്ടിയുടെ ഡിക്കിയിലാണ് ചെന്ന് തറയ്ക്കുന്നത്. അങ്ങനെ ഈ ഗംഭീരമായിട്ടുള്ള ഈ ചേസിങ് കുറച്ച് കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെയാണ്. എന്നാൽ ഇവരെല്ലാം ഒരു ടീമാണ്. ഗൂണീസ് എന്നാണ് അവരുടെ ആ ടീമിനെ പറയുന്നത്. അങ്ങനെ ആ കള്ളന്മാരെല്ലാം നേരെ ഓടിച്ചു പോകുന്നത് ഒരു ബീച്ച് സൈഡിലേക്കാണ്. അവിടെ ഇപ്പോൾ ഒരു റാലി നടക്കുന്നുണ്ട്. ഒരുപാട് കാറുകൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ കള്ളന്മാരുടെ വണ്ടി നേരെ ആ റാലിക്കിടയിലേക്കാണ് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഇപ്പോൾ അവിടെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇനി കാണിക്കുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായ മൈക്കിനെയാണ്. അവനിപ്പോൾ അവന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അവന്റെ ചേട്ടനായ ഹാങ്കു അവിടെ ഇരിക്കുന്നുണ്ട്. അവനിപ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മൾ നേരത്തെ കണ്ട പിള്ളേരൊക്കെ അങ്ങോട്ട് വരുന്നത്. അതിൽ ആദ്യം വരുന്നത് മൗത്താണ്. വന്ന ഉടനെ തന്നെ ഹാങ്കിന്റെ അടുത്തും മൈക്കിന്റെ അടുത്തും കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നമ്മൾ ഒരുമിച്ചിട്ടുള്ള അവസാനത്തെ വീക്കെൻഡ് ആണിത്. ഈ വീക്കെൻഡെങ്കിലും നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ, നമുക്ക് എവിടേക്കെങ്കിലും ഒക്കെ പോവാം എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹാങ്കിനും മൈക്കിനും അതിന് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ അവരതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുറത്തു നിന്നും ചങ്ക് എന്ന് പറയുന്ന മറ്റൊരുത്തും വിളിക്കുന്നത്. നേരത്തെ കണ്ട ആ കള്ളന്മാരുടെ ചേസിങ് അവൻ നല്ല വൃത്തിയായിട്ട് കണ്ടിട്ടുണ്ട്. മാത്രമല്ല അവൻ വളരെ എക്സൈറ്റഡുമാണ്. അതിനെക്കുറിച്ച് പറയാനാണ് അവനിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ആ ഗേറ്റ് തുറക്കാനാണ് അവനിങ്ങനെ വിളിച്ചു പറയുന്നത്. അത് കേൾക്കുമ്പോൾ മൈക്ക് വേഗം ചെന്നിട്ട് ആ ഗേറ്റ് തുറക്കാൻ തുടങ്ങി. ഇവരെല്ലാവരും പഠിക്കുന്ന പിള്ളേരായതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഓരോരോ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഗേറ്റ് തുറക്കാൻ തന്നെ വലിയൊരു സെറ്റപ്പാണ് മൈക്ക് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് അവനൊരു കയറ് വലിക്കുമ്പോൾ ഒരു വലിയ ബോൾ ഉരുണ്ടിട്ട് താഴേക്ക് വീഴും. ആ ബോൾ വീണ് കഴിഞ്ഞാൽ ഒരു ബലൂണാണ് പൊട്ടുക. ആ ബലൂണിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കോഴിയുണ്ട്. ആ ബലൂൺ പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആ കോഴി മുട്ടയിടും. അതോടൊപ്പം തന്നെ അവിടെ വെള്ളം സ്പ്രേ ആവാൻ തുടങ്ങും. അങ്ങനെ ഈ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞ് അവസാനമാകുമ്പോഴേക്കും അവിടെയുള്ള ഒരു കയറ് വലിയാൻ തുടങ്ങും. അങ്ങനെയാണ് ആ ഗേറ്റ് തുറക്കുന്നത്. അങ്ങനെ ഗേറ്റ് തുറന്ന ഉടനെ തന്നെ അവൻ അകത്തേക്ക് കയറി ചെല്ലാണ്. അതിനുശേഷം അവൻ കണ്ട ആ ചേസിങ്ങിന്റെ വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഈ സമയത്താണ് ഈ കൂട്ടത്തിലെ അവസാനത്തെ പയ്യൻ അങ്ങോട്ട് വരുന്നത്. ഇവനെ വിളിക്കുന്നത് ഡാറ്റ എന്നാണ്. ചില സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കയറിൽ തൂങ്ങിയിട്ടാണ് അവൻ ആ വീട്ടിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് മൈക്കിന്റെയും ഹാങ്കിന്റെയും അമ്മ അങ്ങോട്ട് വരുന്നത്. അവർ പുതിയൊരു സ്ത്രീയെയും കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരുടെ പേര് റോസലിറ്റ എന്നാണ്. ഈ മൈക്കിന്റെ അമ്മയ്ക്ക് ഇപ്പൊ കൈക്ക് വയ്യ. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഈ റോസലിറ്റയെ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവരൊരു ഫ്രഞ്ച് ലേഡിയാണ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. അതിന് ഫ്രഞ്ച് തന്നെ പറയണം. ആ കാര്യങ്ങളൊക്കെ മൈക്കിന്റെ അമ്മ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് ഫ്രഞ്ച് അറിയാം, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം എന്നാണ് മൗത്ത് പറയുന്നത്. അങ്ങനെ മൈക്കിന്റെ അമ്മ ഉടനെ തന്നെ റോസലിറ്റയും കൂട്ടിയിട്ട് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. ട്രാൻസ്ലേറ്റർ ആയിട്ട് മൗത്തിനെ അവർ കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ അവർ ആ വീട്ടിലെ സെറ്റപ്പ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ ആ വീടിനൊരു തട്ടിമ്പുറമുണ്ട്. ഈ മൈക്കിന്റെ അച്ഛന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല സാധനങ്ങളും ആ തട്ടിമ്പുറത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്തേക്ക് പോവരുത് എന്നൊരു വാണിംഗ് മൈക്കിന്റെ അമ്മ റോസലിറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യം മൗത്തും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വീടെല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം മൈക്കിന്റെ അമ്മ വന്നിട്ട് കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഞാനിപ്പോ റോസലിറ്റയുമായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങിക്കാൻ പോവാണ്. 1 മണിക്കൂർ കഴിഞ്ഞാലേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ. അതുവരെ മൈക്കും ഹാങ്കും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഹാങ്ക് നിനക്ക് അറിയാലോ, മൈക്കിന് ആസ്മയുടെ പ്രശ്നമുള്ളതാണ്. ഒരു കാരണവശാലും അവനെ പുറത്തു പോകാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. അവർ പോയി കഴിയുമ്പോൾ മൗത്ത് വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. നിന്റെ അമ്മ പറഞ്ഞല്ലോ നിന്റെ അച്ഛന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങൾ തട്ടുമ്പുറത്തുണ്ടെന്ന്, നമുക്കതൊന്ന് പോയി പരിശോധിച്ചാലോ, ചിലപ്പോൾ നമുക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിലോ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മൈക്കും ഹാങ്കും ഇതുവരെയായിട്ട് മുകളിലേക്ക് പോയിട്ടില്ല. ഈ ഒരു അവസരത്തിൽ മൗത്ത് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കും ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ എല്ലാവരും കൂടെ വേഗം തന്നെ തട്ടുമ്പുറത്തേക്ക് പോവാണ്. അങ്ങനെ കുട്ടികൾ എല്ലാവരും ചേർന്ന് അവിടെ മൊത്തത്തിൽ അരിച്ചു പെറുക്കാൻ തുടങ്ങി. പണ്ട് കാലത്തെ പല സാധനങ്ങളും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ അതെല്ലാം വലിച്ചു വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്.
അതിനിടയിലാണ് മൈക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരു മാപ്പ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൻ ചങ്കിനെയും കൂട്ടി അതൊക്കെ ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് അത് താഴേക്ക് വീണ്ടും പൊട്ടിപ്പോകുന്നത്. ഈ ഒരു അവസരത്തിൽ അവർക്ക് ആ മാപ്പും കിട്ടുന്നുണ്ട്, അതിന്റെ കൂടെ ഒരു പതക്കവും കിട്ടുന്നുണ്ട്. ആ പതക്കം 1600 കാലഘട്ടങ്ങളിലുള്ളതാണ്. മാത്രമല്ല ആ മാപ്പിൽ ഒരു നിധി ഇരിക്കുന്ന സ്ഥലത്തേക്കുള്ള റൂട്ടാണ് കാണിക്കുന്നത്. ഈ നിധി എന്ന് പറയുന്നത് ഒരു കടൽ കൊള്ളക്കാരന്റേതാണ്. വില്ലി എന്നാണ് അയാളുടെ പേര്. വളരെ പണ്ട് കാലത്ത് ഒരുപാട് സ്വർണവും വജ്രവും നിറച്ച ഒരു കപ്പൽ അയാൾക്കുണ്ടായിരുന്നു. അതും കൊണ്ട് അയാൾ എങ്ങോട്ടോ പോകുമ്പോഴാണ് അന്നത്തെ കാലത്തെ രാജാവും അയാളുടെ പടയാളികളും കൂടെ വില്ലിയെ ആക്രമിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെട്ട അവൻ ഒരു ഗുഹയ്ക്കുള്ളിലേക്കാണ് കയറിയത്. ആ സ്വർണവും വജ്രവും എല്ലാം ആ ഗുഹയ്ക്കുള്ളിൽ തന്നെയുണ്ട്. അങ്ങനെ അതിന്റെ അകത്തേക്ക് കയറിയതിനു ശേഷം അവൻ പുറം ലോകത്തേക്ക് വന്നിട്ടില്ല എന്നിങ്ങനെയുള്ളൊരു കഥകളാണ് ഈ വില്ലിയെ കുറിച്ച് പ്രചരിക്കുന്നത്. ഈ കഥയൊക്കെ മൈക്കിന്റെ അച്ഛൻ അവന് പറഞ്ഞു കൊടുത്തതാണ്. അവൻ ആ കഥയൊക്കെ പറയുന്നത് കേട്ട് എല്ലാവരും കൗതുകത്തോടെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് ആ നിധി എടുക്കാൻ പോയാലോ എന്നാണ് മൈക്ക് ചോദിക്കുന്നത്. എന്നാൽ ആ കഥയൊക്കെ ശരിക്കും കേട്ടെങ്കിലും അവരാരും തന്നെ ആ കഥ ശരിക്കും അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല. ഈ സമയത്താണ് അവിടെ ഒരു ബെല്ലടി ശബ്ദം കേൾക്കുന്നത്. അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അപരിചിതരായിട്ടുള്ള 2 പേരെയാണ് കാണുന്നത്. ഈ മൈക്കിന്റെ അച്ഛൻ കുറെ കടബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് അയാളുടെ വീട് ഇപ്പൊ പോകുന്ന അവസ്ഥയിലാണ്. ആ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി നോട്ടീസുമായിട്ട് വന്നവരാണവർ. അത് അവിടെ ഏൽപ്പിച്ചതിന് ശേഷം അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതെല്ലാം കണ്ട് മൈക്ക് ആണെങ്കിൽ ശരിക്കും സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും വീടിന്റെ കടം തീർക്കണം. അതിന് അവന്റെ മുന്നിലുള്ള ഏക വഴി ആ നിധി കണ്ടെടുക്കുക എന്നുള്ളതാണ്. അവൻ ആ കാര്യം എല്ലാവരോടും പറയുന്നുണ്ട്. എന്നാൽ ഹാങ്ക് ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. നീ ഈ പൊട്ടക്കഥയും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ? അമ്മ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? നിനക്ക് ആസ്മയുടെ പ്രശ്നമുള്ളതാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും നിന്നെ ഞാൻ പുറത്തേക്ക് വിടത്തില്ല എന്നാണ് ഹാങ്ക് പറയുന്നത്. എന്നാൽ അവന്റെ ഫ്രണ്ട്സിന് അവനെ സഹായിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹാങ്ക് എക്സസൈസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ഉണ്ട്. അത് വെച്ചിട്ട് അവര് ഹാങ്കിനെ ചുറ്റി വരികയാണ്. അങ്ങനെ അവിടുത്തെ ഒരു കസേരയിൽ അവനെ ലോക്കാക്കിയതിനു ശേഷം കുട്ടികളെല്ലാവരും പുറത്തേക്ക് ഓടാൻ തുടങ്ങി. അവരാദ്യം തന്നെ ഹാങ്കിന്റെ സൈക്കിളിന്റെ കാറ്റ് കഴിച്ചുവിടാണ്. അതിനുശേഷം അവരവരുടെ സൈക്കിളും എടുത്തിട്ട് ആ നിധിയോ അന്വേഷിച്ചു പോകാൻ തുടങ്ങി. ഈ സമയം ഹാങ്ക് ആണെന്നുണ്ടെങ്കിൽ ആ ചെയറിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അതിനിടയിലാണ് അവന്റെ അമ്മയും റോസലിറ്റയും കൂടെ അങ്ങോട്ട് കയറി വരുന്നത്. അത് കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ ഇവിടെ നിന്ന് അഴിച്ചുവിട് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എന്നാൽ അവര് വിചാരിച്ചിരിക്കുന്നത് അവൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അങ്ങനെ പെട്ടുപോയതാണെന്നാണ്. അതുകൊണ്ട് തന്നെ നീ സ്വയം വരുത്തി വെച്ചതല്ലേ, നീ സ്വന്തമായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റാൽ മതി എന്നാണ് അവര് പറയുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിഞ്ഞ് കുറച്ചു സമയം കൂടെ ട്രൈ ചെയ്യുമ്പോൾ അവൻ ആ ചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. പക്ഷെ അവൻ അവന്റെ സൈക്കിൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ കാറ്റ് മൊത്തം അഴിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ അവന്മാരുടെ പുറകെ പോവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ചെറിയൊരു പെൺകുട്ടിയുടെ സൈക്കിൾ അവൻ കാണുന്നത്. അവൻ ഉടനെ തന്നെ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ആ സൈക്കിളും മേടിച്ചിട്ട് അതും ചവിട്ടി അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഈ സമയം കുട്ടികളാണെങ്കിൽ ഒരു കാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ ദൂരം പോയി കഴിഞ്ഞ് അവരിപ്പോ ഒരു കടൽ തീരത്തെത്തിയിട്ടുണ്ട്. ആ മാപ്പിൽ പറയുന്നത് ആ ഒരു സ്ഥലമാണ്. കടലിലായിട്ട് 3 ചെറിയ പാറകളുണ്ട്. അതാണ് ആ നിധി ഇരിക്കുന്ന ലൊക്കേഷന്റെ ഒരു ലാൻഡ്മാർക്ക്. ആ മാപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ഏരിയയിലേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം ഹാങ്ക് ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് ആ സൈക്കിളും ചവിട്ടി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു കാർ അവന്റെ പുറകെ വരുന്നത്. ആ കാറിലുണ്ടായിരുന്നത് ഈ ഹാങ്കിന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അതിൽ ഫ്രണ്ടിലായിട്ട് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന പെൺകുട്ടിയുടെ പേര് ആന്റി എന്നാണ്. അവളും ഹാങ്കും തമ്മിൽ പ്രണയത്തിലാണ്. അതുകൊണ്ട് തന്നെ നീ എങ്ങോട്ടാണ് ഈ ധൃതി പിടിച്ചു പോകുന്നത്? വേണമെങ്കിൽ ഞങ്ങൾ നിനക്കൊരു ലിഫ്റ്റ് തരാം എന്നൊക്കെ അവള് പറയുന്നുണ്ട്. എന്നാൽ അവൻ പറയുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഈ സൈക്കിളുമായിട്ട് തന്നെ പോയിക്കോളാമെന്നാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ആ വണ്ടി ഓടിക്കുന്ന പയ്യനതിന് സമ്മതിക്കുന്നില്ല. അവന്റെ പേര് ട്രോയ് എന്നാണ്. ഈ ട്രോയ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹാങ്കിന്റെ സൈക്കിളിൽ പിടിച്ചിട്ട് വളരെ വേഗത്തിൽ കാർ ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ പോയി ഒരു വളവിലെത്തുമ്പോൾ അവൻ ഹാങ്കിനെ വിട്ടുകളയാണ്. അതോടൊപ്പം തന്നെ അവൻ ആ റോട്ടിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ കുട്ടികളാണെങ്കിൽ ആ കടൽ തീരത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയതിനു ശേഷം അവരുടെ കയ്യിലുള്ള ആ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ആ മാപ്പിൽ പറയുന്നത് പ്രകാരം ആ ഏരിയക്ക് തൊട്ടടുത്തായിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെയാണ് ആ നിധി ഇരിക്കുന്നത്. അവരവിടെയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ആ റെസ്റ്റോറന്റും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് പൊളിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ എല്ലാ കുട്ടികളും ആ റെസ്റ്റോറന്റിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ ചങ്കിന് മാത്രം ചെറിയൊരു പേടിയുണ്ട്. കാരണം ആ റെസ്റ്റോറന്റ് അകത്ത് വേറെ ആരൊക്കെയോ കാണുന്നുണ്ട്. അവര് ഡ്രഗ് മാഫിയാണ് എന്നാണ് അവന്റെ വിചാരം. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപകടമാണ് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നാൽ മറ്റേ കുട്ടികളാണെങ്കിൽ നല്ല ത്രില്ലടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് അവർ അതിനകത്തേക്ക് പോകണമെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും ആ റെസ്റ്റോറന്റിലേക്ക് കയറാൻ തുടങ്ങി. ഈ സമയം ചങ്കാണെങ്കിൽ ആ റെസ്റ്റോറന്റിന്റെ മറ്റേ ഭാഗങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊരു ഡോറ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ കള്ളന്മാരുടെ വണ്ടിയാണ്. അവൻ ഉടനെ തന്നെ ബാക്കിയുള്ള കുട്ടികളുടെ അടുത്ത് ചെന്നിട്ട് കാര്യം പറയാണ്. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും കേൾക്കാതെ ആ റെസ്റ്റോറന്റിന്റെ അകത്തേക്ക് കയറുകയും ചെയ്യുന്നു. അതിനകത്തേക്ക് കയറിയ ഉടനെ തന്നെ ആ കള്ളന്മാരങ്ങോട്ട്
അങ്ങോട്ട് വന്നിട്ട് അവരെ ലോക്ക് ചെയ്യാണ്. രണ്ടുപേരാണ് ഇപ്പോഴങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിലൊരാളുടെ പേര് ഫ്രാൻസിസ് എന്നും ആ ജയിലിൽ നിന്ന് ഇറങ്ങിയവന്റെ പേര് ജെയ്ക്ക് എന്നുമാണ്. ഇവരറിയപ്പെടുന്നത് ഫ്രെറ്റേലി ഫാമിലി എന്നാണ്. അവരുടനെ തന്നെ കുട്ടികളുടെ അടുത്ത് കാര്യം തിരക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നതാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ ഫ്രാൻസിസ് ആണെങ്കിൽ അവർക്ക് വെള്ളമൊക്കെ കൊടുക്കാൻ തുടങ്ങി. അതിനിടയിലാണ് മൈക്ക് ഒരു കാര്യം പറയുന്നത്. എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകണം, എവിടെയാണ് ഇവിടുത്തെ ബാത്റൂം എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഫ്രാൻസിസ് ആ സ്ഥലം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് മൈക്ക് വേഗം തന്നെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവൻ ആ മാപ്പൊക്കെ നോക്കിയിട്ടാണ് മുന്നോട്ട് നടക്കുന്നത്. കുറച്ചും കൂടെ മുന്നിലെത്തുമ്പോൾ അവിടെ നിന്നൊരു പാട്ട് കേൾക്കുന്നുണ്ട്. അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു മൊട്ടത്തലയനെ ഒരു റൂമിന്റെ അകത്ത് ചങ്ങലക്കിട്ടിരിക്കുകയാണ്. ജെയ്ക്ക് അയാളുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ജെയ്ക്ക് ആ മൊട്ടത്തലയന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ മൊട്ടത്തലയനാണെങ്കിൽ ആ ഫുഡ് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതെല്ലാം നോക്കിക്കൊണ്ട് മൈക്ക് അവിടെ പതുങ്ങിയിരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ജെയ്ക്ക് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മൈക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു വടി വെച്ചിട്ട് ആ ഫുഡ് ആ മൊട്ടത്തലേന്റെ അടുത്തേക്ക് നീക്കി കൊടുക്കുകയാണ്. ഈ സമയത്താണ് അവൻ ആ മൊട്ടത്തലേന്റെ രൂപം കാണുന്നത്. ഒരു വികൃത രൂപത്തിലാണ് അയാൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പേടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ഹാങ്കും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവൻ ഉടനെ തന്നെ മൈക്കിനെയും പൊക്കിയെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ ഹാങ്കും കുട്ടികളും പുറത്തേക്ക് എത്തി. ഈ സമയം മൈക്ക് അവൻ കണ്ട കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ അതിനകത്തൊരു മൊട്ടത്തലേനെ കണ്ടിരുന്നു, അയാൾ അവിടെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്, എനിക്ക് തോന്നുന്നത് അത് ആ വില്ലിയാണെന്നാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൈക്ക് പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കള്ളന്മാരൊക്കെ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അവരുടെ കയ്യിൽ ഒരു വലിയ പൊതി ഇരിക്കുന്നുണ്ട്. അത് അവർ ആ കാറിന്റെ അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പൊതി കാറിന്റെ ഡിക്കിയിലേക്ക് വെച്ചിട്ട് അവർ വേഗം തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് എല്ലാ കുട്ടികളും. ഈ സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട ആന്റിയും അവളുടെ ഫ്രണ്ടായ സ്റ്റെഫൈനും അങ്ങോട്ട് വരുന്നത്. ആന്റി അങ്ങോട്ട് വന്നിരിക്കുന്നത് ആ ട്രോയ് അവനെ തള്ളിയിട്ടതിന് ഹാങ്കിന്റെ അടുത്ത് സോറി പറയാനാണ്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടികളെല്ലാവരും വീണ്ടും ആ റെസ്റ്റോറന്റിന്റെ അകത്തേക്ക് തന്നെ കയറുകയാണ്. അങ്ങനെ അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. താഴേക്ക് എത്തുമ്പോൾ ഹാങ്കും ആ പെൺകുട്ടികളും അവരുടെ കൂടെ ചേരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ നടന്ന് മറ്റൊരു റൂമിന്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ മൊത്തം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചങ്കിന്റെ കൈ തട്ടിയിട്ട് അവിടെയുള്ള ഒരു വെള്ളത്തിന്റെ കുപ്പി താഴേക്ക് വീഴുന്നത്. അതോടൊപ്പം തന്നെ അത് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. പക്ഷെ ആ വെള്ളം അവിടെ തളം കെട്ടി നിൽക്കുന്നില്ല. അത് നേരെ താഴേക്ക് ഒഴുകി പോവാണ് ചെയ്യുന്നത്. അതിൽ നിന്നും താഴേക്ക് ഒരു വഴിയുണ്ട് എന്ന കാര്യം മൈക്കിന് മനസ്സിലായി. അങ്ങനെ അവൻ പറഞ്ഞതിനെ തുടർന്ന് ഹാങ്ക് അവിടെ മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവന്റെ ഊഹം ശരിയായിരുന്നു, താഴേക്ക് ഒരു വഴി കാണുന്നുണ്ട്. ഈ സമയം ഡാറ്റയാണെങ്കിൽ അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. അവൻ അത് ഓണാക്കാൻ തുടങ്ങി. അത് നോട്ട് അടിക്കുന്ന മെഷീൻ ആയിരുന്നു. അതിൽ നിന്നും $50 നോട്ടൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അത് കാണുമ്പോൾ അവൻ വളരെ വെപ്രാളത്തോടെ അതെല്ലാം ബാക്കിയുള്ളവരെ കാണിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്തിനാണ് നിധി അന്വേഷിച്ചു പോകുന്നത്? നോട്ടടിക്കുന്ന മെഷീനല്ല ഇവിടെ ഇരിക്കുന്നത്. ഇത് വെച്ചിട്ട് കാശുണ്ടാക്കി നമുക്ക് വീടിന്റെ കടമൊക്കെ തീർത്താ പോരെ എന്നാണ് അവൻ ചോദിക്കുന്നത്. പക്ഷെ ഹാങ്ക് ആ നോട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് കള്ളനോട്ടാണെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവർക്കൊരു ഉപകാരവുമില്ല. മാത്രമല്ല അവർക്ക് അവിടെ നിന്നും ഒരു ന്യൂസ് പേപ്പർ കിട്ടുന്നുണ്ട്. അതിൽ ആ കള്ളന്മാരെ കുറിച്ചിട്ടുള്ള ന്യൂസ് ആണ് പറയുന്നത്. അവരതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ചങ്ക് അവിടെ കാണുന്ന മറ്റൊരു റൂമിന്റെ അകത്തേക്ക് കയറുന്നത്. അതൊരു ഫ്രീസർ ആയിരുന്നു. അതിനകത്ത് ഐസ്ക്രീം ഒക്കെ കാണുന്നുണ്ട്. അവൻ വളരെ സന്തോഷത്തോടെ അതെല്ലാം എടുക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. അതിനകത്ത് ഒരു ശവശരീരം സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വീഴാണ്. അത് കാണുമ്പോൾ എല്ലാ കുട്ടികളും പേടിക്കുന്നുണ്ട്. ഈ സമയത്താണ് ആ കള്ളന്മാരൊക്കെ വീണ്ടും ആ റെസ്റ്റോറന്റിന്റെ അകത്തേക്ക് വരുന്നത്. അവരെല്ലാം ഇപ്പൊ മുകളിലത്തെ തട്ടിലാണ് നിൽക്കുന്നത്. കുട്ടികളാണെങ്കിൽ വളരെ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ ആ ബോഡി എടുത്തിട്ട് തിരിച്ച് ആ ഫ്രീസറിന്റെ അകത്തേക്ക് തന്നെ വെക്കുന്നു. പക്ഷെ ചങ്ക് അതിനകത്ത് കുടുങ്ങിപ്പോയിട്ടുണ്ട്. അത് അവരറിഞ്ഞിട്ടില്ല. അവരാണെങ്കിൽ വാതിലടക്കുകയും ചെയ്തു. ചങ്ക് എത്ര ഒച്ച ഉണ്ടാക്കിയിട്ടും പുറത്തേക്ക് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ കുട്ടികൾ വീണ്ടും ചെല്ലുന്നത് താഴേക്കുള്ള വഴിയുടെ അടുത്തേക്കാണ്. അതിനുശേഷം അവരെല്ലാവരും താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ആ കള്ളന്മാരെല്ലാം താഴത്തെ തട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും കുട്ടികളെല്ലാവരും ആ അണ്ടർഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. കള്ളന്മാർ അവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ വെള്ളം തട്ടി മറിഞ്ഞിട്ടുണ്ട്. അത് മുകളിൽ നിൽക്കുന്ന ആരുടെങ്കിലും പണിയാണെന്ന് കരുതിയിട്ട് അവർ മുകളിലേക്ക് പോവാണ്. ഈ സമയം ചങ്കാണെങ്കിൽ ആ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അവൻ നേരെ കുട്ടികളുടെ അടുത്തേക്കാണ് പോകുന്നത്. എന്നാൽ ഹാങ്ക് അവനെ താഴേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. നീ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട, നീ ഉടനെ തന്നെ ചെന്നിട്ട് പോലീസിന് വിവരം അറിയിക്കുക എന്നാണ് ഹാങ്ക് പറയുന്നത്. അതിനെ തുടർന്ന് ചങ്കാണെങ്കിൽ അവിടെയുള്ള ഒരു ചെറിയ ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ ചങ്ക് ഉടനെ തന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ കുറെ ഓടി അവനിപ്പോൾ ഒരു റോഡ് സൈഡിൽ എത്തിയിട്ടുണ്ട്. അവൻ നോക്കുമ്പോൾ കുറേയേറെ വണ്ടികൾ അതിലെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഒരു വണ്ടി കൈ കാണിച്ചിട്ട് അതിനവിടെ നിർത്തിക്കുന്നു. അതിനുശേഷം അവൻ അതിലുള്ള ആളുകളോട് കാര്യം പറയാൻ തുടങ്ങി. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇങ്ങനെ ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി, അവിടെ കള്ളന്മാരുടെ താവളമാണ്, അത് ഉടനെ തന്നെ എനിക്ക് പോലീസിനെ അറിയിക്കണം, എന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. ഈ സമയത്താണ് ആ കാറിന്റെ ഡ്രൈവർ അതിനകത്ത് ലൈറ്റ് ഇടുന്നത്. അത് ആ കള്ളന്മാർ തന്നെയായിരുന്നു. അവരുടനെ തന്നെ അവനെയും പിടിച്ച് ആ ഡിക്കിക്കകത്തേക്ക് കയറ്റാണ്. അതിനകത്ത് തന്നെ അവർ ആ ബോഡിയും വെച്ചിട്ടുണ്ട്. ഈ സമയം കുട്ടികൾ നടന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തു കടക്കാനാണ് അവരിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം അവർ നോക്കുമ്പോൾ കുറേയേറെ പൈപ്പുകൾ കാണുന്നുണ്ട്. അവരതൊക്കെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അവർ നിൽക്കുന്നതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ക്ലബ്ബാണുള്ളത്.
അവിടുത്തെ ബാത്റൂമിൽ 2-3 ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആ പൈപ്പ് പിടിച്ച് വലിക്കുന്നതിനനുസരിച്ചിട്ട് ആ ബാത്റൂമിനകത്തെ പൈപ്പുകളൊക്കെ പൊട്ടിപ്പോവാണ്. അതൊക്കെ കാണുമ്പോൾ ആ ആൾക്കാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറെ നേരം പൈപ്പൊക്കെ പിടിച്ചു വലിക്കുമ്പോൾ അവിടുത്തെയും പൈപ്പ് പൊട്ടി കുട്ടികളുടെ ദേഹത്തേക്ക് വെള്ളം വരാൻ തുടങ്ങി. നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നതിന്. അതെല്ലാം കാണുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് അവരവിടെയുള്ള ഒരു പാറയൊക്കെ തള്ളി മാറ്റിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയം കള്ളന്മാരാണെങ്കിൽ ചങ്കിനെയും കൊണ്ട് ആ റെസ്റ്റോറന്റിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ എത്തിയതിനു ശേഷം അവർ അവന്റെ അടുത്ത് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി. ബാക്കിയുള്ള കുട്ടികൾ എവിടെയാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവനുണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് ആ റെസ്റ്റോറന്റിൽ ഒരു നിധി ഇരിക്കുന്നുണ്ട്, അത് അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് എന്നിങ്ങനെയുള്ള ആ കഥ മൊത്തം അവൻ പറയുന്നുണ്ട്. പക്ഷെ ആ കഥ കേൾക്കുമ്പോൾ അവരാരും തന്നെ അത് വിശ്വസിക്കുന്നില്ല. ഈ സമയവും കുട്ടികളാണെങ്കിൽ അവിടെയൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. അതിനിടയിലാണ് അവരൊരു അസ്ഥികൂടം കാണുന്നത്. കുട്ടികൾ ഇതിനു മുമ്പ് മറ്റൊരു കഥയും കൂടെ കേട്ടിട്ടുണ്ട്. അതായത് ആ നിധി അന്വേഷിച്ചിട്ട് 1935 മറ്റൊരാളും വന്നിട്ടുണ്ട്. അവർ ആ അസ്ഥികൂടം ചെക്ക് ചെയ്യുമ്പോൾ ആ നിധി അന്വേഷിച്ച് വന്നവന്റെ അസ്ഥികൂടമാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ വീണ്ടും ആ ഏരിയ മൊത്തം പരിശോധിക്കാൻ തുടങ്ങി. അവർ നോക്കുമ്പോൾ അവിടെ ഒരു കയറ് കാണുന്നുണ്ട്. അതിൽ പിടിച്ചു വലിക്കുമ്പോഴാണ് അതൊരു കെണിയായിരുന്നു എന്ന കാര്യം അവർക്ക് മനസ്സിലായത്. അതായത് ആ കയറ് പിടിച്ചു വലിച്ചപ്പോ ആ കെണി മൊത്തം അൺലോക്കായി. അതിനെ തുടർന്ന് വലിയ വലിയ പാറകൾ അങ്ങോട്ട് വന്ന് വീഴാൻ തുടങ്ങി. വളരെ കഷ്ടപ്പെട്ടാണ് കുട്ടികൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത്. അങ്ങനെ വീണ്ടും അവർ അവിടെയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹോൾ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഹാങ്ക് ഉടനെ തന്നെ അവിടെയുള്ള വലിയ കല്ലെടുത്ത് മാറ്റുകയാണ്. പെട്ടെന്നാണ് കുറേയേറെ വവ്വാലുകൾ അങ്ങോട്ട് പറന്നു വരുന്നത്. അതെല്ലാം കുട്ടികളെ മൊത്തത്തിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ നേരം കുട്ടികളെ ആക്രമിച്ചതിന് ശേഷം ആ വവ്വാലുകളൊക്കെ പറന്നു പോകുന്നത് ചങ്കിന്റെ ആ കള്ളന്മാരുടെ അടുത്തേക്കാണ്. അതിനുശേഷം അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ചങ്കാണെങ്കിൽ ബാക്കിയുള്ള കുട്ടികളെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവരാരും തന്നെ അവന്റെ ശബ്ദം കേൾക്കുന്നില്ല. അവരിപ്പോഴും മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോഴാണ് അവർ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണുന്നത്. അവിടെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്തായിട്ട് കുറേയേറെ നാണയങ്ങൾ ചിതറിക്കിടക്കാണ്. അത് നിധിയാണെന്ന് കരുതിയിട്ട് വളരെ സന്തോഷത്തോടെ അവരതൊക്കെ വാരിയെടുക്കാൻ തുടങ്ങി. എന്നാൽ അത് പൈസയാണ്. അവർ ചെക്ക് ചെയ്യുമ്പോൾ പല കാലഘട്ടങ്ങളിലെയും പൈസയാണ് അവിടെ കിടക്കുന്നത്. അതെല്ലാം കാണുമ്പോൾ സ്റ്റെഫൈൻ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് നിധിയല്ല. നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു വിഷിംഗ് വെല്ലിനകത്താണ്. അതായത് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന കിണർ. ആരെങ്കിലും അവരുടെ ആഗ്രഹം സാധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തേക്ക് നാണയം ഇടുന്നതായിരിക്കും എന്നൊക്കെയാണ് അവള് പറയുന്നത്. ഈ സമയം തന്നെ കള്ളന്മാരാണെങ്കിൽ ഇപ്പോഴും ചങ്കിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവന്റെ കയ്യിൽ നിന്നും അവർക്ക് ആ പതക്കം കിട്ടുന്നത്. അത് 1600 കാലഘട്ടത്തിലുള്ളതാണ്. അതിൽ നിന്നും അവിടെ നിധി ഇരിക്കുന്നുണ്ട് എന്ന കാര്യം അവർക്ക് വിശ്വാസമായി. ഈ സമയം തന്നെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന കിണറുണ്ടല്ലോ, അതിന്റെ മുകൾ ഭാഗത്തായിട്ട് ട്രോയും കൂട്ടിനും നിൽക്കുന്നുണ്ട്. അവനിപ്പോൾ അവന്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് ഒരു കോയിൻ എടുത്ത് താഴേക്കിടാണ്. ആന്റി അവനെ പ്രണയിക്കണം എന്നായിരുന്നു അവന്റെ ആഗ്രഹം. ആ കോയിൻ താഴേക്ക് വീഴുന്നത് താഴെ നിന്ന് ഹാങ്ക് കാണുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അത് തിരിച്ചറിഞ്ഞു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ ട്രോയ്ക്ക് സംശയമായി. അവൻ ഉറക്കെ താഴേക്ക് വിളിക്കാൻ തുടങ്ങി. അത് ട്രോയുടെ ശബ്ദമാണെന്ന് മനസ്സിലാവുമ്പോൾ ആന്റി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ പെട്ടുകിടക്കാണ്, എങ്ങനെയെങ്കിലും ഞങ്ങളെ നിനക്ക് രക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അവള് വിളിച്ചു ചോദിക്കുന്നത്. ഈ സമയം തന്നെ കള്ളന്മാരൊക്കെ ചങ്കിനെ നേരെ കൊണ്ടുപോകുന്നത് ആ മൊട്ടത്തലേന്റെ റൂമിലേക്കാണ്. അതിനുശേഷം അവൻ അവിടെ കെട്ടിയിടുന്നു. ഈ മൊട്ടത്തലേന്റെ പേര് സ്ലോത്ത് എന്നാണ്. ബുദ്ധി ഉറക്കാത്തൊരു പയ്യനാണിത്. ജേക്കിന്റെ ബ്രദറും കൂടെയാണ് ഇവൻ. അവന്റെ മുഖമാണെങ്കിൽ വല്ലാതെ വികൃതമാണ്. അതുകൊണ്ട് തന്നെ ചങ്കാണെങ്കിൽ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും കള്ളന്മാരെല്ലാം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവര് നേരെ പോകുന്നത് കുട്ടികളെ ഇറങ്ങിയ ആ വഴിയിലേക്കാണ്. അതിനുശേഷം അവര് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇതേ സമയം തന്നെ കുട്ടികളെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ട്രോയ് ആണെങ്കിൽ ഒരു തൊട്ടി താഴേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അവർ അതുവഴി മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് മൈക്ക് ഒരു കാര്യം പറയുന്നത്. എന്ത് സംഭവിച്ചാലും ആ നിധി കണ്ടെടുക്കാതെ അവൻ എങ്ങോട്ടും വരത്തില്ല എന്നാണ് മൈക്ക് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൻ ഒറ്റയ്ക്കാക്കിയിട്ട് അവർക്ക് അവിടെ നിന്ന് പോവാൻ തോന്നുന്നില്ല. അങ്ങനെ അവരും അവന്റെ കൂടെ പോവാൻ തീരുമാനിക്കുകയാണ്. ട്രോയ് ആ തൊട്ടി തിരിച്ചു വലിച്ചെടുക്കുമ്പോൾ ആരും തന്നെ അതിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഈ സമയവും ചങ്കാണെങ്കിൽ സ്ലോത്തിന്റെ റൂമിൽ തന്നെയാണ്. ആദ്യമൊക്കെ ചങ്കിന് പേടിയായിരുന്നെങ്കിലും ഇപ്പോഴവൻ സ്ലോത്തുമായിട്ട് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഇതേസമയം കുട്ടികളാണെങ്കിൽ വേറൊരു റൂമിലാണ് നിൽക്കുന്നത്. അവരവിടെയൊക്കെ പരിശോധിക്കുമ്പോഴാണ് അവിടുത്തെ ചുമരിലായിട്ട് ചില കട്ടകൾ കാണുന്നത്. ഡാറ്റയാണെങ്കിൽ അവർക്ക് നേരത്തെ കിട്ടിയ ഒരു സാധനം വെച്ചിട്ട് ആ കട്ട തിരിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവന്റെ കൈ അവിടെ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ഒരു വലിയ ബോൾ അങ്ങോട്ട് ഉരുണ്ടു വരുന്നത്. അതൊരു കെണിയായിരുന്നു. ആ ബോൾ നേരെ താഴേക്ക് വീഴുമ്പോൾ ഡാറ്റ നിൽക്കുന്ന ഭാഗം കുഴിഞ്ഞിട്ട് അവനും താഴേക്ക് വീഴാൻ തുടങ്ങി. പക്ഷെ അവന്റെ ശരീരത്തിൽ അവനൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ അത് ഉപയോഗിച്ചിട്ട് അവിടെ തൂങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനൊരു കുഴപ്പവും പറ്റുന്നില്ല. അവൻ നോക്കുമ്പോൾ അവൻ മറ്റൊരു റൂമിലാണ് നിൽക്കുന്നത്. അവൻ ഉടനെ തന്നെ എല്ലാവരെയും താഴേക്ക് വിളിക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ സ്ലോത്ത് ആണെങ്കിൽ ചങ്കിനെ അവിടെ നിന്ന് അഴിച്ചു വിട്ടിട്ടുണ്ട്. അവൻ അവിടുത്തെ ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിക്കാൻ തുടങ്ങി. അവൻ ആ കള്ളന്മാരുടെ ഹൈഡ് ഔട്ടിലാണ് നിൽക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് സ്ലോത്ത് നേരെ മുന്നോട്ട് നടക്കുന്നത്. ചങ്ക് ഫോൺ ചെയ്തുകൊണ്ട് അവന്റെ പുറകെ നടക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് ഫോണിന്റെ കേബിൾ വലിഞ്ഞിട്ട് അത് പൊട്ടിപ്പോവാണ്. പിന്നീട് പോലീസ്
പോലീസുകാരൻ ചോദിക്കുന്നൊന്നും അവന് കേൾക്കാൻ സാധിക്കുന്നില്ല. ഇതേ സമയം കള്ളന്മാരാണെങ്കിൽ ആ കുട്ടികൾ പോയ വഴിയെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങോട്ട് വരുന്ന ശബ്ദം കുട്ടികളും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് ഓടാൻ തുടങ്ങി. കള്ളന്മാരാണെങ്കിൽ അവരെയും ഫോളോ ചെയ്ത് പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ഓടി കുട്ടികൾ ഇപ്പോൾ ഒരു പാലത്തിലാണ് എത്തിച്ചേരുന്നത്. അവർ വളരെ പതുക്കെ ആ പാലം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ക്രോസ് ചെയ്തു. ഇനി ഡാറ്റ മാത്രമേ ബാക്കിയുള്ളൂ. അവൻ ആ പാലത്തിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ മറ്റൊരു പണി ഒപ്പിച്ചു വെക്കുന്നുണ്ട്. അവൻ അവന്റെ ശരീരത്തിൽ ഒരു ബട്ടണിൽ വിരലമർത്തുമ്പോൾ അവന്റെ ഷൂസിൽ നിന്നും ഓയില് താഴേക്ക് ഒഴുകാൻ തുടങ്ങി. അത് ആ പാലത്തിൽ മൊത്തം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ മൊത്തം ഓയിലാക്കിയതിനു ശേഷമാണ് ഡാറ്റ അപ്പുറത്തേക്ക് കടക്കുന്നത്. അങ്ങനെ കുട്ടികളെല്ലാം ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കള്ളന്മാരും അത് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ പാലത്തിൽ മൊത്തം ഓയിലായതുകൊണ്ട് ഓരോരുത്തരായിട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് കുട്ടികൾ മറ്റൊരു റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. അവിടെ ഒരു വലിയ അസ്ഥിക്കൂടം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിറയെ എല്ലുകൾ അതിൽ തറച്ചു വെച്ചിട്ടുണ്ട്. അവരതൊക്കെ പരിശോധിക്കുമ്പോൾ അതൊരു പസിലാണ്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്ന കാര്യം എഴുതിയിരിക്കുന്നത് അവരുടെ കയ്യിലുള്ള ആ മാപ്പിലാണ്. അങ്ങനെ ആ മാപ്പ് വായിച്ചുകൊണ്ട് ആന്റി ആ പസില് സോൾവ് ചെയ്യാൻ തുടങ്ങി. അവൾ ഓരോ ബോണിൽ ഞെക്കുമ്പോൾ അവിടുത്തെ ഒരു വാതില് തുറന്നു വരുന്നുണ്ട്. പക്ഷെ അത് പതുക്കെയാണ് തുറന്നു വരുന്നത്. മാത്രമല്ല തെറ്റായ എല്ലുകളിലാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ അവർ നിൽക്കുന്ന ഭാഗത്തെ കല്ലുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴാണ്. കള്ളന്മാരാണെങ്കിൽ അവരുടെ അടുത്തെത്താറായിട്ടുണ്ട്. അങ്ങനെ കുറെ സമയം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ വാതില് തുറക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ കള്ളന്മാർ അവരെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ആ വാതിലിലൂടെ അപ്പുറത്തേക്ക് കിടക്കുകയാണ്. അതിനുശേഷം അവർ എത്തിച്ചേരുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലാണ്. അവരെല്ലാവരും അതിലൂടെ ഒഴുകി താഴേക്ക് പോകാൻ തുടങ്ങി. കുറെ ദൂരം സഞ്ചരിച്ചിട്ട് അവരിപ്പോൾ ഒരു നദിയിലേക്കാണ് ചെന്ന് വീഴുന്നത്. അവരവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അതവർ കേട്ട വില്ലി എന്ന കടൽ കൊള്ളക്കാരന്റെ ആ കപ്പലായിരുന്നു. അത് കണ്ട് വളരെ സന്തോഷത്തിൽ നിൽക്കാണ് എല്ലാവരും. അങ്ങനെ ഉടനെ തന്നെ കുട്ടികൾ എല്ലാവരും കൂടെ ആ ഷിപ്പിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു അസ്ഥികൂടം കാണുന്നുണ്ട്. മൈക്കാണെങ്കിൽ അതൊക്കെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനിടയിൽ ഡാറ്റയാണെങ്കിൽ കപ്പലിന്റെ വേറൊരു ഭാഗത്തേക്കാണ് ചെല്ലുന്നത്. പെട്ടെന്നാണ് അവൻ നിൽക്കുന്ന ഭാഗം പൊളിഞ്ഞിട്ട് അവൻ നേരെ താഴേക്ക് വീഴുന്നത്. അവിടെയും കുറേയേറെ അസ്ഥികൂടങ്ങൾ കിടക്കുന്നുണ്ട്. അവൻ താഴേക്ക് വീണത് കാണുമ്പോൾ ബാക്കിയുള്ളവരും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതിനുശേഷം അവർ ആ നിധി എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ എവിടെ നോക്കിയിട്ടും അവർക്ക് ആ നിധി കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ മൈക്കിനെ വല്ലാതെ ചീത്ത പറയാൻ തുടങ്ങി. ഈ സമയത്താണ് ആന്റി അവിടെയുള്ള ഒരു കയറിൽ പിടിച്ചു വലിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ഡോറുകൾ താഴേക്ക് ഓപ്പൺ ആവുന്നുണ്ട്. അവർ നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ അവർ ആ ഡോർ മൊത്തത്തിൽ പൊളിച്ചു കളയുന്നു. അതിനുശേഷം മൈക്കാണ് ആദ്യം മുകളിലേക്ക് കയറുന്നത്. അവിടുത്തെ കാഴ്ച അവന് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അതിനകത്തായിരുന്നു ആ നിധി സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ മുഴുവൻ സ്വർണവും വജ്രവുമാണ്. ആ നിധിക്ക് കാവലായിട്ട് കുറേയേറെ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഇപ്പോൾ അസ്ഥിക്കൂടങ്ങളാണ്. അതിൽ മെയിൻ ആളാണ് ആ വില്ലി. ഇയാൾക്കൊരു ഇരട്ടപ്പേരുണ്ട്, ഒറ്റക്കണ്ണൻ വില്ലി എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. ആ പേര് അയാൾക്ക് ചേരുന്നതാണ് എന്ന് അയാളെ കാണുമ്പോൾ തന്നെ മൈക്കിന് മനസ്സിലായി. കാരണം അയാൾക്ക് ഒരു കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവൻ ബാക്കിയുള്ള കുട്ടികളെ അങ്ങോട്ട് വിളിക്കുകയാണ്. അവർക്കും ശരിക്കും അത്ഭുതമായി. അങ്ങനെ ഉടനെ തന്നെ അവരവിടുത്തെ സ്വർണ്ണമെല്ലാം വാരിയെടുക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ കള്ളന്മാരൊക്കെ അങ്ങോട്ട് വരുന്നത്. അവരുടെ കയ്യിൽ തോക്കുണ്ട്. അതും ചൂണ്ടിയിട്ട് അവൻ കുട്ടികളോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയാണ്. അത് കേട്ടതിനെ തുടർന്ന് കുട്ടികളെല്ലാം പേടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡാറ്റയാണെങ്കിൽ അവന്റെ ശരീരത്തിൽ സെറ്റപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആ കള്ളന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ലായിരുന്നു. അവർ ഉടനെ തന്നെ കുട്ടികളെല്ലാവരും പിടിച്ചു കെട്ടിയിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അതിനുശേഷം കുട്ടികളെടുത്ത് സ്വർണവും വജ്രവും എല്ലാം ഒരു തുണിയിലേക്ക് ഇടാൻ പറയുന്നു. അങ്ങനെ എല്ലാ കുട്ടികളും അവരുടെ ശരീരത്തിൽ ഒളിപ്പിച്ച ആ സ്വർണവും വജ്രവും എല്ലാം ആ തുണിയിലേക്ക് ഇടാൻ തുടങ്ങി. അങ്ങനെ ആ പണിയൊക്കെ തീർത്തു കഴിഞ്ഞിട്ട് ആ കള്ളന്മാരുടെ അമ്മയാണെങ്കിൽ ആന്റിയെ പിടിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇടുകയാണ്. അവള് താഴേക്ക് വീഴുന്നത് കാണുമ്പോൾ അവളെ രക്ഷിക്കാൻ വേണ്ടി ബ്രാൻഡും എടുത്ത് ചാടുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും താഴേക്ക് ചാടി. അതിനെ തുടർന്ന് ആ കള്ളന്മാർ മറ്റ് 2 കുട്ടികളെയും പിടിച്ചിട്ട് താഴേക്ക് ഇടാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അവർ നോക്കുമ്പോൾ അത് ചങ്കായിരുന്നു. അവനും സ്ലോത്തും കൂടിയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ സ്ലോത്താണെങ്കിൽ ഒരു കയറിൽ തൂങ്ങിയ കുട്ടികളെ രക്ഷിക്കുകയാണ്. അതിനുശേഷം അവൻ ആ കള്ളന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ബാക്കി കുട്ടികളെല്ലാം ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അങ്ങനെ അവരുടനെ തന്നെ അവിടെ നിന്ന് നീന്തി പോവാണ്. ഈ സമയം സ്ലോത്ത് ആണെങ്കിൽ അവിടെ നിൽക്കുന്ന അവന്റെ ബ്രദേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ അവൻ അവന്റെ 2 ബ്രദേഴ്സിനെയും ഒരു കയറിൽ കെട്ടി തൂക്കാണ്. അതിനുശേഷം അവൻ നേരെ പോകുന്നത് അവന്റെ അമ്മയുടെ അടുത്തേക്കാണ്. ഈ ഒരു അവസരത്തിൽ അവനവനോട് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ശരിക്കും അവരവനെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവരെ പിടിച്ച് നേരെ വെള്ളത്തിലേക്ക് ഇടാണ്. അങ്ങനെ അവരുടെ ആ പണിയൊക്കെ തീർത്തിട്ട് സ്ലോത്ത് നേരെ കുട്ടികളുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇതേ സമയം തന്നെ അവരുടെ അമ്മ നേരെ മുകളിലേക്ക് കയറിയിട്ട് ആ കയറ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം അവരുടെ 2 മക്കളെയും കൂട്ടി നേരെ ആ നിധിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ആ നിധിയൊക്കെ അവരവിടെ നിന്ന് കളക്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ ഒറ്റക്കണ്ണം വില്ലി ഉണ്ടല്ലോ, അയാൾ അവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന തുലാസിൽ നിന്ന് നിധി എടുത്തു കഴിഞ്ഞാൽ ആ കെണി അൺലോക്ക് ആവും. അങ്ങനെ ആ കെണി അൺലോക്ക് ആയിട്ട് അവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. അവരാണെങ്കിൽ ആ സ്വർണ്ണ നാണയങ്ങളൊക്കെ താഴെ ഇട്ടിട്ട് വേഗം തന്നെ പുറത്തേക്ക് ഓടുകയാണ്.
ഈ സമയം കുട്ടികളാണെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പോകേണ്ട വഴി ഒരു വലിയ കല്ല് കാരണം അടഞ്ഞു കിടക്കുകയാണ്. സ്ലോത്താണ് അത് പൊക്കി പിടിച്ചിട്ട് കുട്ടികളെ പുറത്തേക്ക് വിടുന്നത്. എന്നാൽ അവൻ മാത്രം പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും അവിടുത്തെ പാറകൾ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ ഷിപ്പിന്റെ മുൻഭാഗത്തുള്ള പാറയും അടർന്നു മാറുന്നുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പോലീസുകാരും കുട്ടികളുടെ പാരന്റ്സും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവർ വേഗം തന്നെ ഓടിച്ചെന്നിട്ട് അവരെല്ലാവരെയും കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ കുട്ടികൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവരുടെ പാരന്റ്സിന്റെ അടുത്ത് പറയാൻ തുടങ്ങി. ഈ സമയത്താണ് സ്ലോത്ത് ബാക്കിയുള്ള കള്ളന്മാരെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ പോലീസ് സ്ലോത്തിനെയും പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കുട്ടികൾ അതിന് സമ്മതിക്കുന്നില്ല. ഇവനൊരു പാവമാണ്, ബാക്കിയുള്ള 3 പേരാണ് കള്ളന്മാർ എന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർ സ്ലോത്തിനെ വെറുതെ വിടുകയാണ്. അങ്ങനെ പോലീസുകാർ ബാക്കിയുള്ള കള്ളന്മാരെ അവിടെ നിന്ന് കൊണ്ടുപോയി കഴിയുമ്പോൾ ചങ്ക് സ്ലോത്തിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നീ ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്കിനി എന്റെ കൂടെ ജീവിക്കാം, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ എന്നൊക്കെയാണ് ചങ്ക് പറയുന്നത്. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ സ്ലോത്ത് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചതിന്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് നേരത്തെ അവരുടെ വീട് ജപ്തി ചെയ്യാൻ വന്നവർ ആ സ്ഥലത്തേക്ക് വരുന്നത്. അവർ ആ നോട്ടീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉടനെ തന്നെ അതിൽ സൈൻ ചെയ്യണം എന്നാണ് അവർ മൈക്കിന്റെ അച്ഛന്റെ അടുത്ത് പറയുന്നത്. അയാളാണെങ്കിൽ മറ്റൊരു നിവൃത്തിയുമില്ലാതെ അത് സൈൻ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ആ റോസലിറ്റ അവിടെ കിടക്കുന്ന കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചെക്ക് ചെയ്യുന്നത്. അതിൽ നിന്നും അവർക്കൊരു പൊതി കിട്ടുന്നുണ്ട്. അത് അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ആ സ്വർണവും വജ്രവുമാണ്. അവർ ഉടനെ തന്നെ അതുമായിട്ട് കുട്ടികളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ ആ സ്വർണവും വജ്രവും വെച്ചിട്ട് മൈക്കിന്റെ അച്ഛൻ അയാളുടെ കടം മൊത്തം വീട്ടുകയാണ്. അങ്ങനെ അവരുടെ വീട് ഇനി നഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഈ സമയത്താണ് അവർ മറ്റൊരു കാഴ്ച കാണുന്നത്. അത് ആ ഒറ്റക്കണ്ണൻ വില്ലിയുടെ കപ്പലായിരുന്നു. അതിനു മുമ്പിലുള്ള ആ പാറ മൊത്തം അടർന്നു മാറിയിട്ട് അതിപ്പോ കടലിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് എല്ലാവരും. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.